ഗായ് നമ്മൾ എങ്ങനെയാണ് ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പർച്ചേസ് മൊഡ്യൂളിൻ്റെ അണ്ടറിൽ പർച്ചേസ് ഓർഡർ ക്ലിക്ക് ചെയ്യാം. പർച്ചേസ് ഓർഡർ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ റിസീവ് പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ പർച്ചേസ് ഡേറ്റ്, പർച്ചേസ് വൗച്ചർ ആൻഡ് സ്റ്റോർ ID, സപ്ലയർ ID, ഇൻവോയ്സ് റെഫറൻസ് ഇതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. പിന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്, നമുക്ക് പ്രോഡക്റ്റിൻ്റെ ബാർകോഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കാറ്റഗറി ആഡ് ചെയ്തിട്ട് കാറ്റഗറി ആഡ് ചെയ്യാം. എന്നിട്ട് പ്രോഡക്റ്റ് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പം kg, ക്വാണ്ടിറ്റി ആൻഡ് പർച്ചേസ് റേറ്റ്, റീറ്റെയിൽ പ്രൈസ്, MRP ഇതൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ എക്സ്പയറി ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ ഹോൾസെയിൽ പ്രൈസ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മിനിമം യൂണിറ്റ്സ് ഫോർ ഹോൾസെയിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കണ. റാക്ക് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ടാക്സ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഇൻക്ലൂഡിങ് ടാക്സ് ആണോ എക്സ്ക്ലൂഡിങ് ടാക്സ് ആണോ ഉള്ള ബട്ടൺ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇൻക്ലൂഡിങ് ടാക്സ് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ ആഡ് ഐറ്റം എന്നുള്ള ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ നമ്മളെ ഐറ്റം ലിസ്റ്റിലേക്ക് ആഡ് ആയി വരുള്ളൂ. ഇവിടെ റിസീവ് പ്രോഡക്റ്റ് എന്നുള്ള ഈ ബട്ടൺ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുത്താലേ നമ്മളെ പ്രോഡക്റ്റ് റിസീവ് ആയി എന്നുള്ള, പർച്ചേസ് ഓർഡർ റിസീവ് ആയി എന്നുള്ള നമുക്ക് അറിയുള്ളൂ. സോ അത് കഴിഞ്ഞ് ഞാനിവിടെ അതർവൈസ് ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അതുണ്ടാവില്ല. ഐറ്റംസ് ടു റിസീവ് എന്നുള്ള അടുത്ത ഓപ്ഷൻ കാണിക്കും. ഇവിടെ നമുക്കിവിടെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്വാണ്ടിറ്റി അപ്ഡേറ്റഡ് വരും. പർച്ചേസ് പ്രൈസ്, MRP, ഹോൾസെയിൽ, റാക്ക്, ടോട്ടൽ, ആക്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടോട്ടൽ നമുക്കിവിടെ കാണിക്കും പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഐറ്റംസ് ടു റിസീവ് നമുക്കിവിടെ കാണിക്കും. അത് കഴിഞ്ഞ് സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ്സ് ചൂസ് ചെയ്യാം. ക്യാഷ്, കാർഡ് ഓർ UPI ID നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫിനിഷ് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ഓർഡർ കൺഫേം ആയി, പർച്ചേസ് റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇവിടെ റിസീവ്ഡ് ഐറ്റംസ് എന്നുള്ള ഇവിടെ കാണിക്കും. ഇനിയിപ്പം നമ്മൾ നേരത്തെ കാണിച്ച ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ പർച്ചേസ് ഓർഡർ റിസീവ് ആയി എന്ന് കാണിക്കൂല. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളൊരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക.